കണ്ണു കാണാത്ത വയോധിക. കൊളുക്കുമല ടീ ഫാക്ടറി, മറ്റേ വേൾഡ്സ് ഹയസ്റ്റ് ഓർഗാനിക് ടീ ഫാക്ടറി. വേൾഡ്സ് ഹയസ്റ്റ് ഓർഗാനിക് ടീ ഫാക്ടറിയാണ് കൊളുക്കുമലയിലെ മീശപ്പുലിമലയിലൊക്കെ പോലെ ഒരുപാട് ദൂരം ട്രക്ക് ചെയ്തിട്ട് നിങ്ങൾ സൂര്യോദയം കണ്ടിട്ടുള്ള ആളാണ്. എന്നാൽ അതുപോലത്തെ ഒരു സൂര്യോദയം അധികം ട്രക്കൊന്നും ചെയ്യാതെ ചെറിയ ദൂരത്തിൽ തന്നെ നമുക്ക് പോയി വരാൻ പറ്റിയൊരു കിടിലൻ സ്ഥലമുണ്ട്. അതിന് പറ്റിയൊരു ലൊക്കേഷനാണ് നമ്മുടെ എല്ലപ്പെട്ടി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടെ എത്തിയതും ഇവിടുത്തെ നൈറ്റ് ക്യാമ്പിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇത്. നെക്സ്റ്റ് ഡേ രാവിലെ കുറച്ച് ദൂരം ട്രക്കിംഗ് ഒക്കെ നടത്തിയിട്ട് നമ്മളങ്ങനെ എല്ലപ്പെട്ടിയിലെ സൺറൈസ് വ്യൂ പോയിന്റിലെത്തി. അതിരാവിലെ അവിടുത്തെ തണുത്ത കാറ്റെല്ലാം കൊണ്ട് സൂര്യോദയം കണ്ട് കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. ആ സമയമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത അങ്ങനെ നല്ലൊരു ഓർമ്മയിൽ നിൽക്കുന്ന ഒരു നിമിഷങ്ങളാണ് കേട്ടോ. ചാരു സരോവരമായി നീരദശ്യാമള നീലനഭസ്സൊരു ചാരു സരോവരമായി ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദീവരങ്ങളായി മാറി. ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദീവരങ്ങളായി. നേരെ കാണുന്നത് മീശപ്പുലിമല പീക്ക്, അതിന് മുന്നേ കാണുന്നത് ബോസ് പീക്ക്, അപ്പുറത്ത് കൊളുക്കുമല. അവിടെ കുറച്ച് ബിൽഡിങ്സ് കാണുന്നു. അതാണ് കൊളുക്കുമല ടീ ഫാക്ടറി, മറ്റേ വേൾഡ്സ് ഹയസ്റ്റ് ഓർഗാനിക് ടീ ഫാക്ടറി. വേൾഡ്സ് ഹയസ്റ്റ് ഓർഗാനിക് ടീ ഫാക്ടറിയാണ്. വേൾഡ്സ് ഹയസ്റ്റ് ടീ ഫാക്ടറി കൊളുക്കുമല. എല്ലാ ആളുകൾ തെറ്റി പറയുന്നത് ഓർഗാനിക് ടീ ഫാക്ടറി. ടയർഡായിട്ട് കുറച്ച് കിടക്കാതെ വെച്ച് കിടന്ന് കുറച്ച് കാറ്റടിച്ച് ഭയങ്കര സൗണ്ട്. അപ്പം ഈ മരത്തിന്റെ ഇടയിൽ കൂടി ഒരു പ്രത്യേക പൊസിഷനിൽ കാറ്റ് പാസ് ചെയ്യുമ്പോഴത്തേക്കും ചൂട് അടിക്കും മരം. പ്രത്യേക രസമാണ് ആ സൈഡിൽ. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. വീണാലും വീഡിയോ ഉണ്ടാവും കേട്ടോ. വൈറൽ വീഡിയോ കിട്ടിയാലോ? പിടിക്കണ പിടിച്ചോ. കണ്ണു കാണാത്ത വയോധിക. എന്താ അവിടെ വെള്ള ഇത് കാണണം കൂടിയാണ് സഞ്ചരിച്ചത്. ആണോ? സൂര്യോദയം കണ്ട് തിരിച്ചിറങ്ങുമ്പോഴാണ് നമ്മൾ യാത്ര ചെയ്ത ആ വഴിയും അവിടെ ഇത്രമാത്രം കാട്ടുപൂക്കളും ചെടികളൊക്കെ നിറഞ്ഞ ഒരു കാടിലൂടെയാണ് നമ്മൾ വന്നതെന്ന് തോന്നുന്നത്. കുറച്ച് ദൂരം നടന്ന് ടെൻറ്റ് ക്യാമ്പ് ലൊക്കേഷനിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നീട് അങ്ങോട്ട് കുറേ ഗെയിംസും ബഹളങ്ങളും ഒക്കെ സമയം പോയതറിഞ്ഞില്ല. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി.
അതൊക്കെ കഴിഞ്ഞാണ് കോടികളൊക്കെ കരുതിയ ഗിഫ്റ്റ് ലോട്ട് എടുക്കുന്നതും ഈ യാത്രയിൽ പരിചയപ്പെട്ട ഒരാൾക്ക് ലെറ്റർ എഴുതുന്നതെല്ലാം. ഈ ക്യാമ്പിൻ്റെ അവസാനത്തെ ആക്ടിവിറ്റീസ് കഴിഞ്ഞ് വണ്ടർ വെസ്റ്റ് ടെൻറ്റ് ക്യാമ്പിൻ്റെ പടികൾ ഇറങ്ങുമ്പോൾ എന്തൊക്കെയോ ചിലത് മിസ് ചെയ്യുന്നത് പോലെ ഒരൊറ്റ ദിവസത്തെ പരിചയത്തിൽ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ച കുറേ നല്ല സുഹൃത്തുക്കൾ ഇനി എന്നാണ് ഇതുപോലെ കാണാൻ പറ്റുക എന്നറിയില്ല. ഒറ്റ ദിവസത്തെ പരിചയത്തിൽ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ച കുറേ നല്ല സുഹൃത്തുക്കൾ ഇവരൊക്കെ ഇനി എന്നാണ് കണ്ടുമുട്ടുക എന്ന ഒരു ആലോചനയായിരുന്നു. പിന്നെ അങ്ങോട്ട് ഒരു നല്ല യാത്ര നമുക്ക് പല സമ്മാനങ്ങളും തരും. അത് ചിലപ്പോൾ കൂട്ടുകാരുടെ രൂപത്തിലാവാം, അതുപോലെ മെമ്മറീസ് ആയിട്ടാവാം. അതൊക്കെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. അപ്പോൾ അതാണ് എനിക്കെന്ന് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്.